ഹായ്. ഇന്ന് ഞാൻ എന്താ വന്നതെന്നറിയോ? എന്ത് പറയാനാണ് വന്നതെന്നറിയോ? ഇന്ന് ഞാൻ എനിക്കറിയാവുന്ന ഒരു ആൾ, എൻ്റെ ഫ്രണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുള്ളിയെക്കുറിച്ച് പറയാനാണ് വന്നേക്കുന്നത്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് പുള്ളി കുറ്റം പറയും. എന്നിട്ട് എല്ലാവരോടും പോയി പറഞ്ഞിട്ട് എല്ലാവരെയും ആ ആളെ, ഇഷ്ടമില്ലാത്ത ആളെ നിന്ന് അങ്ങ് അകറ്റും. ആളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് മറ്റുള്ളവർ അയാളെ കാണുമ്പോൾ എന്നുവെച്ചാൽ എല്ലാവരെയും നിന്നും അകറ്റും. അയാൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം ഇയാളെക്കുറിച്ച് കുറ്റം മുഴുവനും പറഞ്ഞ് ആ ആളെ അങ്ങ് അകറ്റും. ഇയാൾക്ക് പരിചയമുള്ള എല്ലാവരിൽ നിന്നും, ഇയാളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ അങ്ങ് അകറ്റും. ഞാൻ ചോദിക്കട്ടെ, അത് ശരിക്കും നല്ലൊരു പ്രവണതയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ സംസാരിക്കണ്ട. അയാളെക്കുറിച്ച് ചുറ്റും നടന്ന് കുറ്റം പറഞ്ഞ് അയാളെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും പലരും ചെയ്യും. എല്ലാ ആൾക്കാരും നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കണം, നമുക്കിഷ്ടമുള്ള പോലെ അവർ നമ്മളോട് പെരുമാറണം. നമ്മളെന്ത് എക്സ്പെക്റ്റ് ചെയ്യും, അതിനൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയും അല്ലേ? ശരിക്കും നമ്മുടെ മനുഷ്യന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അല്ലേ? ഒരു മുൻവിധിയോടുകൂടി പലതിനെയും നമ്മൾ കാണും. ഇങ്ങനെ ആയിരിക്കണം സംഭവിക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ ആയിരിക്കണം പെരുമാറണം, അയാളുടെ മറുപടി ഇങ്ങനെ. ഇപ്പം നമ്മൾ അയാളോടൊരു കാര്യം പറയുമ്പോൾ അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. അയാൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ, അയാൾക്ക് എന്ത് തോന്നുന്നു അതായിരിക്കും അയാൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അയാളിൽ നിന്ന് കിട്ടൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് വളരെ തെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അയാളോട് മിണ്ടാതിരിക്കും മാക്സിമം. അല്ലാണ്ട് അയാളെക്കുറിച്ച് കുറ്റം നാട്ടുകാർക്ക് മൊത്തം പറയാതെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ്. എനിക്കങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടും എനിക്കതിൽ അയാളോട് നല്ല ദേഷ്യമുള്ളത് കൊണ്ടും ഞാനിനി അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അയാളോട് ഞാനത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്നോട് ദേഷ്യവും, പിന്നെ എന്നെക്കുറിച്ചായിരിക്കും കുറ്റം പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ്, അത് പേടിച്ചിട്ട് മാത്രമാണ് ഞാൻ അയാളോട് പോയി അത് പറയാത്തത്. പക്ഷേ അയാൾ ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കാണുമ്പോഴെങ്കിലും അയാൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രവണത നിർത്തണം. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മാത്രം ചിന്തയാണ്. അത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അത് തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്, നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടേത് മാത്രമാണ്. മറ്റൊരാളെ നിങ്ങളെപ്പോലെ ചിന്തിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പും ഇല്ല. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഇതൊക്കെ നിർത്തും. അയാളെപ്പോലെ പല ആൾക്കാരും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പം ഞാനീ പറഞ്ഞത് ആ ഒരാളെ മാത്രം ചേർത്തിട്ടല്ല, എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ്. അപ്പം എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും നമ്മളുടേതായ തീരുമാനങ്ങളുണ്ട്, ചിന്താഗതികളുണ്ട്. നമ്മുടെ ചിന്തകളായിരിക്കത്തില്ല മറ്റൊരാൾക്ക്. നമ്മളെ ആരൊക്കെ ഇഷ്ടപ്പെടണം എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. അത് നമ്മൾ മറ്റൊരാളോട് പെരുമാറുന്ന രീതി അനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ നമ്മളാരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും, അത് വേറെ കാര്യം. നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നിടത്തോളം കാലം അല്ലേ? നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ അയാളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുന്നത്. അല്ല, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ മറ്റൊരാളുടെ തീരുമാനം, മറ്റൊരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കുടുംബത്തിലെ കാര്യമല്ല. ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചോ, അച്ഛനും അമ്മയും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനോ, അച്ഛനും മക്കളെ തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അല്ല. പുറത്തു നിന്നുള്ള ഒരാളുടെ കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാദ്യമേ മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമുക്ക് വേണ്ട എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ വേണ്ട. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, നമുക്ക് വേണ്ട എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ളൊരു മനസ്സ് ആദ്യം പാകപ്പെടുത്തണം. ഇപ്പം ഒരാൾ നമ്മളോട് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അയാൾക്ക് നമ്മളോട് ദേഷ്യമാണ്, മിണ്ടണ്ട, ശരി പോട്ടെ, വിട്ടുകളയൂ. ജീവിതമല്ലേ, എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്ന് ആർക്കറിയാം? അപ്പം ജീവിക്കുന്ന കാലത്തോളം മറ്റൊരാളെ ദ്രോഹിക്കാണ്ട് ജീവിക്കുക.
സ്വന്തം കാര്യം നോക്കി ജീവിച്ചോ. നിങ്ങൾ സ്വന്തം കാര്യത്തിൽ സ്വാർത്ഥത കാണിച്ചോളൂ. നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ജീവിക്കും. പക്ഷെ മറ്റൊരാളെ കൊന്നിട്ട് അതിൻ്റെ മേളിൽ നിന്ന് ജീവിക്കാണ്ടിരിക്കുക. നമ്മൾ വേറെ ആർക്കും സന്തോഷം കൊടുക്കണ്ട, വേറെ ആരെയും കുറിച്ച് ചിന്തിക്കണ്ട, അല്ലെങ്കിൽ വേറൊരാൾക്കും നല്ലത് ചെയ്യണ്ട, ഒന്നും വേണ്ട. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റത്തില്ല ചെയ്യാൻ, ചെയ്യണ്ട. പക്ഷെ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാണ്ടിരിക്കാമല്ലോ. ദ്രോഹിക്കാതിരുന്നോ. നല്ലത് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നല്ലത് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ഇനിയിപ്പം അയാളെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരുന്നോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരാളോട് വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അയാളെക്കുറിച്ച് സംസാരിക്കേണ്ട, അയാളെക്കുറിച്ച് ഒന്നും പറയണ്ട. കുറ്റം പറയാതിരിക്കാമല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യാണ്ടിരിക്കാമല്ലോ. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സത്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ? ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ വേണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലൊന്നും വേണ്ട. കാരണം നമ്മൾ അങ്ങനെ ഒരാളെ നമ്മുടെ ഗ്യാങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അയാൾ തന്നെ നശിപ്പിച്ച് കൈ തരും, കുഴി തോട്ടിത്തരും. അപ്പം ശരി, ടാറ്റ.